യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്നലെ നോക്കിയത്. ആത്മാനം നിമീല്യ ഭുവനം ഭാതി. പ്രപഞ്ചം കാണപ്പെടുന്നു. എങ്ങനെ കാണപ്പെടുന്നു എന്ന് വെച്ചാൽ, കയറിനെ മറച്ച് കയറില് പാമ്പ് കാണപ്പെടുന്ന പോലെ ആത്മാവിനെ ആവരണം ചെയ്തിട്ടാണ് ലോകം കാണപ്പെടുന്നത്. ശ്രദ്ധ പുറമേക്ക് തിരിയുകയും പുറം വസ്തുക്കളെ ഗ്രഹിക്കുകയും ചെയ്യണു. ഇതിന് മൂലകാരണം ആത്മാനുഭൂതി ഇല്ലായ്മയാണ്. നമ്മളുടെ ഊർജത്തിനെ മുഴുവൻ പുറത്തുള്ള വിഷയങ്ങൾ തിന്നുകളയുന്നു. അതുകൊണ്ട് തന്നെ ശാന്തി ഉണ്ടാവണില്ല. വികാരങ്ങളാണ് ഉണ്ടാവണത്. സുഖമാവട്ടെ ദുഃഖമാവട്ടെ രണ്ടും വികാരാണ്. ആത്മസ്വരൂപമായ ശാന്തി വികാരമല്ല. അവിദ്യയാത്മാ വപുഷാമിതശ്ച സുഖീച്ച ദുഃഖീച്ച ഭവപാശബദ്ധ പ്രതീയത്തെ അജ്ഞോപി പൃഥക് പരസ്മാത് ആത്മാതു സാക്ഷാത് പരയേവ നാന്യഃ. അവിദ്യയാത്മാ വപുഷാമിതശ്ച, അജ്ഞാനം കൊണ്ട് ഈ ശരീര അളവ് ആണ് ഞാനെന്ന് ധരിക്കുകയും, സുഖീച്ച ദുഃഖീച്ച, ഞാൻ സുഖിയാണെന്നും ദുഃഖിയാണെന്നും കോൺസ്റ്റന്റ് ആയിട്ട് നിരന്തരം ഒന്നിൽ സുഖമായിരിക്കും അല്ലെങ്കിൽ ദുഃഖമായിരിക്കും. ഇതിൽ ആരാണ് സുഖി ആരാണ് ദുഃഖി എന്ന് ചോദിച്ചാൽ, ഞാൻ സുഖിയായിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോ ഈ ഞാൻ എന്നുള്ളത് മറയുകയും കേവലമായ ചിത്ത് പ്രകാശിക്കുകയും ചെയ്യും. അപ്പോ സുഖിക്കുന്നവൻ ഒരാളില്ല. അതേപോലെ തന്നെ ദുഃഖം വരുമ്പോഴും അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ ഞാൻ ബദ്ധനാണ്, സംസാരത്തിലിരിക്കുന്നു, ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ആര് വിഷമിക്കുന്നു, ആരാണ് ബദ്ധൻ, ആരാണ് ദുഃഖിക്കണത് എന്നീ ചോദ്യത്തിനെ അകമേക്ക് ചോദിക്കുകയാണ്. ഈ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്? ഏത് വികാരങ്ങൾ കൊണ്ട് വിഷമിക്കുമ്പോഴും ഈ ചോദ്യത്തിനെ വിടാതെ പിടിക്കാമെങ്കിൽ ഈ ദുഃഖിക്കുന്ന ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഈ സുഖിക്കുന്ന ഞാൻ ആരാണ്, അഭിമാനരൂപത്തിലുള്ള ഞാൻ ആരാണ് എന്ന് ഈ ചോദ്യം അകമേ പിടിക്കുമെങ്കിൽ സംസാരിതാ സ്വസ്യ തതോ മൃഷൈവ. 12ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു, സംസാരിതാ സ്വസ്യ തതോ മൃഷൈവ ബുദ്ധ്യേത തൻ നിർമനനേ പദേതു നഹ്യസ്തി അവിദ്യ മനസോതിരിക്ത മനോഹി അവിദ്യ ഭവബന്ധരൂപാം. സംസാരിതാ സ്വസ്യ തതോ മൃഷൈവ, ഞാൻ സംസാരിയാണ് എന്ന് പറയണത് വെറും കള്ളമാണെന്ന് അപ്പൊ മനസ്സിലാവും. ഈ ചോദ്യം അകമേക്ക് ചോദിച്ചാൽ ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് ചോദ്യത്തിനെ വിടാതെ പിടിക്കാമെങ്കിൽ അതൊരു കാര്യം മാത്രം മതി എന്നാണ് ഭഗവാന്റെ ഉപദേശം, സിദ്ധാന്തം. നിരന്തരം ഈ ചോദ്യത്തിന് വിടാതെ അകമേ പിടിക്കൂ. എന്തൊക്കെ തന്നെ തോന്നുമ്പോഴും ഞാൻ അജ്ഞാനിയാണ് എന്ന് തോന്നുമ്പോ ശരി, ഈ ഞാൻ എന്താണ്, ഈ അജ്ഞാനി എന്ന് പറയുന്ന ഈ ഞാൻ ആരാണ്,
ആരാണ് ഈ ഞാൻ അജ്ഞാനിയാണ് എന്ന് പറയണത്? ആ ഞാൻ എന്നുള്ള വികാരം എവിടെ ഉദിക്കണു? അതിന്റെ സ്വരൂപം എന്താണ്? അന്വേഷിച്ചു നോക്കുമ്പോ ഞാൻ അജ്ഞാനി എന്ന് പറയുന്ന ഞാൻ അവിടുന്ന് മറയുകയും കേവലമായ ഒരു സന്നിധി മാത്രം അവിടെ പ്രകാശിക്കുകയും ചെയ്യും, ഒരു ക്ഷണനേരത്തേക്കെങ്കിലും. അങ്ങനെ നിരന്തരം പരിശ്രമിക്കുമ്പോ തനിക്ക് തന്നിലിരിക്കാനുള്ള ശക്തി വർദ്ധിക്കും. ഞാൻ ഇതാണെന്നോ അതാണെന്നോ തോന്നുന്നതിന് പകരം ശുദ്ധമായ ബോധം അവിടെ പ്രകാശിക്കും. അസ്താമലകൻ പറഞ്ഞ പോലെ നാഹം മനുഷ്യോ നച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർനചാഹം നിജബോധരൂപ. ഇതൊന്നും ഞാനല്ല എന്ന് പറയുമ്പോ എന്തവശേഷിക്കുമോ ആ ബോധമാണ് തന്റെ സ്വരൂപം. അതിനൊക്കെ ഞാൻ ഇതാണ് അതാണ് എന്ന രീതിയിൽ വികാരങ്ങൾ ഉള്ളിലുണ്ടാകുമ്പോ വിടാതെ ഈ ചോദ്യത്തിനെ അകമേ പിടിക്കുകയാണ്. ഈ ഞാൻ എന്താണ്? സംസാരിതാ സ്വസ്യ തതോ മൃഷൈവ ബുദ്ധേത തൻ നിർമ്മനനേ പതേതു. ഞാൻ സംസാരിയാണെന്നുള്ളത് വെറും കള്ളമാണെന്നും താൻ ആത്മാവാണെന്നും എപ്പറിയും? നിർമ്മനനേ പതേ, മനനം ഇല്ലാത്ത ആ സ്റ്റേറ്റിൽ, മൈൻഡ്ലെസ് സ്റ്റേറ്റ്, ചിത്തവൃത്തികൾ ഉദിക്കാത്തതും നിശ്ചലമായതുമായ സ്ഥിതിയിലാണ് തനിക്ക് ജനനമോ മരണമോ ഇല്ലെന്നും താൻ പൂർണ്ണ വസ്തുവാണെന്നുള്ള ഇൻറ്റ്യൂഷൻ ഉണ്ടാവണത്. ചിത്തവൃത്തികളിലൂടെയല്ല ഉണ്ടാവണത്. ചിത്തവൃത്തികൾ, വിചാരങ്ങൾ നിശ്ചലമാവുമ്പോ ആ നിശ്ചലതയിൽ നിർമ്മനനേ പദേ സ്വസ്യ സംസാരിതാ മൃഷ നഹ്യസ്തി അവിദ്യ മനസ്സോ അതിരിക്ത മനോഹി അവിദ്യ ഭവബന്ധ രൂപ. വിവേക് ചൂടാമണിയാണ് അതൊന്ന് ഉദ്ധരിക്കുകയാണ് ഇവിടെ. തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭത്തെ. മനസ്സ് ഉദിക്കുമ്പോ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും അജ്ഞാനവും ഉദിക്കുകയും മനസ്സ് ലയിച്ച് നിശ്ചലമാവുമ്പോ എല്ലാ അജ്ഞാനങ്ങളും വിഷമങ്ങളും ഒക്കെ തന്നെ അസ്തമിക്കുകയും ചെയ്യും. അപ്പൊ അവിദ്യ, അജ്ഞാനം എന്നൊക്കെ പറയണത് മനസ്സാണ്. മനസ്സാണ് ഞാൻ സംസാരിയാണെന്നും സന്യാസിയാണെന്നും ഒക്കെ പറയണത്. ആ മനസ്സില്ലെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. മനസ്സ് നിശ്ചലമാവുമ്പോ ഉറക്കത്തിൽ പോലും വല്ലതുണ്ടോ? സംസാരിയുണ്ടോ, സന്യാസിയുണ്ടോ, സ്ത്രീയുണ്ടോ, പുരുഷനുണ്ടോ, രാജാവുണ്ടോ, ദരിദ്രനുണ്ടോ? ഉപനിഷത്ത് പറയുന്നു അവിടെ ഒന്നുമില്ല. ന മാതാ പിതാ, ഒന്നുമില്ല അവിടെ. മാതാ മാതാ ഭവതി, പിതാ പിതാ ഭവതി, രാജാ രാജാ ഭവതി, ഒക്കെ പോയി. സുഷുപ്തി അവസ്ഥയിൽ മനസ്സ് ലയിക്കുമ്പോ തന്നെ ന മാതാ പിതാവാ ന ദേവാ ന ലോകാഹ ന വേദാ ന യജ്ഞാ ന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താദിശൂന്യാത്മകത്വാത് തദേകോവശിഷ്ട ശിവ കേവലോഹം. അതേപോലെ തന്നെ സുഷുപ്തി പോലെ തന്നെ ജാഗ്രത്തിലും മനസ്സ് ബോധപൂർവം അടങ്ങുമെങ്കിൽ, മനസ്സില്ലാത്ത സ്ഥിതിയിൽ സംസാരിതാ സ്വസ്യ തതോ മൃഷൈവ. ചിത്തവൃത്തികൾ ഉദിക്കുമ്പോഴാണ് എല്ലാം തോട്ട്സ് ആണല്ലോ ഞാൻ ഇതാണ് അതാണെന്നൊക്കെ ഡെഫിനിഷൻ കൊടുക്കണത് അല്ലേ. ഉള്ളിൽ നിരന്തരം ഭാഷ്യം എഴുതുകയാണേ മനസ്സ്. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. നിരന്തരം ഡെഫിനിഷനാണ് മനസ്സ്. ആ മനസ്സ് പറയണതിനെ കേട്ടിട്ടാണ് നമ്മള് ഓരോ വേഷം കെട്ടണത്. മനസ്സാണ് നമ്മളെ കൊണ്ട് പല വേഷങ്ങളും കെട്ടിപ്പിക്കണത്. ഞാൻ മനുഷ്യനാണെന്ന് തോന്നുന്നു, ഇനിയിപ്പോ ഞാൻ ബ്രഹ്മമാണ് ആത്മാവാണെന്ന് പറഞ്ഞാൽ അതും എന്തൊരു വലിയ സാധനമാണെന്ന് ഭാവന ചെയ്യും മനസ്സ്. അതുകൊണ്ടാണ് രമണ ഭഗവാൻ പറയും അങ്ങനെയൊന്നും ധ്യാനിക്കുന്നത് അത്ര എളുപ്പത്തിൽ ഇഫക്റ്റീവ് ആവില്ല എന്നാണ്. ഞാൻ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ ഒരു വലിയ സാധനമാണെന്ന് ഇയാളുടെ മനസ്സ് ഭാവന ചെയ്യാണ്. എന്നിട്ട് അതാണ് ഞാൻ ഇന്ന് ധ്യാനിക്കുകയാണ്. മനസ്സ് നിശ്ചലമാവുമ്പോഴേ ആ സത്യം പ്രകാശിക്കുകയുള്ളൂ. മനസ്സുള്ള വരെ മനസ്സ് നമ്മളെ വേഷം കെട്ടിക്കും. മനസ്സിന്റെ നിശ്ചലതയിൽ
താൻ ആ വസ്തുവാണ് എന്ന് പ്രകാശിക്കും. അല്ലാതെ മനസ്സിനെ വെച്ചുകൊണ്ട് ഞാൻ അതാണ് എന്ന് പറയുമ്പോ അപ്പോഴാണ് ആളുകൾക്ക് ഞാൻ വിഷ്ണുവാണെന്നും ശിവനാണെന്നും ഒക്കെ തോന്നണത്. താൻ നാരായണനാണെന്നും ഒക്കെ പൗണ്ഡ്രക വാസുദേവന് തോന്നിയില്ലേ? അതൊക്കെ മനസ്സുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഭാവന ചെയ്യണതെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. ഞാൻ ദൈവമാണോ എന്നൊക്കെ തോന്നും. അത് വളരെ ഫൂളിഷ്നെസ് ആണ്. മഠയത്തരമാണ്. മനസ്സില്ലാത്ത സ്റ്റേറ്റ് ആണ്, മനസ്സ് നിശ്ചലമായ സ്ഥിതിയാണ് ദിവ്യമായ സ്ഥിതി എന്ന് പറയണത്. മനസ്സ് ഉദിച്ച ശേഷം ഞാൻ അതാണെന്ന് പറയുകയാണെങ്കിൽ അത് മഠയത്തരമാണ്. ആര് പറഞ്ഞാലും ശരി. അപ്പൊ മനസ്സില്ലാത്ത നിർമ്മനനേ പദേ, നിർമ്മനമായ ആ പദത്തില് ആ സ്ഥിതിയിലാണ് നമ്മൾ പൂർണ്ണവസ്തുക്കളാവണത് എല്ലാരും. മനസ്സ് ഉദിച്ചാൽ അവിദ്യ ഉദിച്ചു. പിന്നെ ഞാൻ എന്തൊക്കെ തന്നെ പ്രഖ്യാപനം ചെയ്താലും അതൊക്കെ തന്നെ ഞാനല്ല. അധ്യാരോപം വന്നു കഴിഞ്ഞു. പിന്നെ മനസ്സ് ഉദിച്ചു കഴിയുമ്പോ തന്നിൽ താനല്ലാത്തതിനെയൊക്കെ ആരോപണം ചെയ്യും. തന്നെ പലതായിട്ടും ഭാവന ചെയ്യും. താൻ ഇതാണ് അതാണെന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മൃഷൈവ, അതാണ് ഇവിടെ പറയുന്നത്. മൃഷ എന്ന് വെച്ചാൽ കള്ളമാണ്, വാസ്തവമല്ല. ആ തോന്നലുകള് താൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതൊക്കെ മൃഷൈവ. അതാണ് രമണ ഭഗവാൻ പറഞ്ഞ് ഒരാളോട് ഞാൻ സന്യാസം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പൊ ഗൃഹസ്ഥനാണെന്ന് വിചാരിക്കണു, നീ സന്യാസം എടുത്താൽ ഞാൻ സന്യാസിയാണെന്ന് വിചാരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഗൃഹസ്ഥനാണെന്ന് മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കണു, അതേ മനസ്സ് ഞാൻ സന്യാസിയാണെന്ന് ചിന്തിക്കും. എന്ത് മാറ്റമാ വരാൻ പോണത്? ആ മനസ്സ് നിശ്ചലമായാൽ ഏതൊരു ജ്ഞാനം ഉദിക്കുമോ അതാണ് സന്യാസം. അപ്പൊ നീ സ്വയമേവ സന്യാസിയായിട്ട് തീരും. മനസ്സുകൊണ്ട് ഞാൻ സന്യാസിയാണെന്നോ ഗൃഹസ്ഥനാണെന്നോ ഒക്കെ കരുതുന്നതൊക്കെ തന്നെ അവിദ്യയാണ്. അവതാര പുരുഷനാണെന്നോ ഒക്കെ ചിന്തിക്കുന്നത് അവിദ്യയാണ്. അപ്പോ നഹ്യസ്തി അവിദ്യ മനസ്സോതിരിക്ത, ആചാര്യസ്വാമികളുടെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? മനസ്സാണ്. ഏറ്റവും നല്ല ഡെഫിനിഷനാണ് അവിദ്യക്ക്. മനസ്സിന് തന്നെ മറ്റൊരു പേരാണ് അവിദ്യ. മനസ്സുള്ളവരെ ഇന്നലെ നമ്മൾ ഭാഗവതത്തിൽ കണ്ട പോലെ സങ്കല്പ സവികൽപക. ഇയാളുടെ മനസ്സ് സങ്കല്പിക്കുകയും ഇയാളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ശരിയായ തത്വം ധരിപ്പിക്കാൻ മനസ്സിന് ശക്തിയില്ല, പക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ മനസ്സിന് ശക്തിയുണ്ട്. അപ്പൊ മനസ്സ് ഇല്ലാത്ത സ്ഥിതിയാണ് വിദ്യ എന്ന് പറയണതും മനസ്സുള്ള സ്ഥിതിയാണ് അവിദ്യ എന്ന് പറയണതും മനസ്സില്ലാത്ത സ്ഥിതിയിൽ താൻ സംസാരിയോ സന്യാസിയോ രാജാവോ ദരിദ്രനോ വർണ്ണാശ്രമാദി ധർമ്മങ്ങളോ ഒന്നും തന്നിൽ കാണപ്പെടില്ല. താൻ കേവല ചിത്സ്വരൂപമായി അനുഭവപ്പെടുകയും താൻ ഇതാണെന്നോ അതാണെന്നോ ഒരു തോന്നലും ഉണ്ടാവില്ല. താൻ നിരന്തരം, നമുക്ക് നോക്കൂ, സാധാരണ അവസ്ഥയിൽ തന്നെ നമ്മൾ അങ്ങനെയാണ്. അൺലെസ് ഒരു ആവശ്യം വരണവരെ നമ്മൾ ഇതാണ് അതാണെന്നുള്ള ഭാവനയൊന്നും നമുക്കില്ല. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിശ്ചലമായ ഒരു അവസ്ഥയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഇതാണ് അതാണെന്നൊക്കെ തോന്നണത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ത്രീകളാണ് എന്ന് തോന്നുന്നുണ്ടോ? പുരുഷന്മാരാണ് എന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളെ ഡിക്ലെയർ ചെയ്യാൻ വരുമ്പോഴാണ് ആ തോട്ട്സ് ഒക്കെ നമുക്ക് വരണത്, വിചാരങ്ങളൊക്കെ വരുന്നത്. ഞാൻ സ്ത്രീയാണെന്നും ഞാൻ പുരുഷനാണെന്നും, ഞാൻ ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് വൈശ്യനാണ് ഒക്കെ തോന്നണതൊക്കെ എപ്പോഴാ വരണം? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ ഇന്ന മതത്തിൽ പെട്ടവനാണ്. എല്ലാം ചിത്തവൃത്തികൾ മാത്രമാണ്. അതൊക്കെ തന്നെ നമ്മള് മുമ്പ് പറഞ്ഞ പോലെ
ആ അസംഷനിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇന്നവനാണ് എന്നുള്ള അഭിമാനവൃത്തി ഉദിക്കുകയും ആ അഭിമാനവൃത്തിക്ക് എന്തിനോടെങ്കിലും ഐഡന്റിഫൈ ചെയ്തുകൊണ്ടല്ലാതെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി വേണം, അല്ലാതെ നിൽക്കാൻ പറ്റില്ല. അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കണത്. ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു പേഴ്സണാലിറ്റി വേണം നമുക്ക് നിൽക്കാനായിട്ട്. നമ്മളുടെ ഈഗോ അഹങ്കാരത്തിന് നിലനിൽക്കാനായിട്ട് ആദ്യം എല്ലാ സൈക്കിക് പ്രോബ്ലംസിനും മൂലകാരണം അഹങ്കാരമാണ്. അഹങ്കാരത്തിന് നിലനിൽക്കണമെങ്കിലോ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം. എന്തിനെങ്കിലുമൊക്കെ ഒന്നിനെ പിടിച്ചുകൊണ്ടേ അത് നിൽക്കുകയുള്ളൂ. അഭിമാനം, വൃത്തി സാരൂപ്യം എന്ന് പതഞ്ജലി പറഞ്ഞു. എന്തെങ്കിലും ഒരു വൃത്തിയിനോട് ഞാനതാണ് എന്നൊരു ഐഡന്റിഫിക്കേഷൻ ഉള്ളപ്പോ ഒരു സുഖം. മാസ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ വൈയക്തികമായ താതാത്മ്യം എന്തെങ്കിലുമൊക്കെ വേണം നമുക്ക്. അതുണ്ടെങ്കിലാണ് നമുക്കൊരു സുഖം. നമ്മളുടെ ഒരാളുകള് ആ കൂട്ടത്തിൽ ഇരിക്കണം, ഇതൊക്കെ നമ്മളുടെ ആളുകളാണ്. അതിന് നടുവിൽ ഞങ്ങളുടെ കുടുംബക്കാര്, അതില് എന്റെ ഭാര്യ, എന്റെ കുട്ടി, അതിൽ ഈ ശരീരം ഞാന്, ഇതെന്റെ എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ വരുമ്പോ മമത, ആ മമതയിലാണ് ഈ ഈഗോ നിൽക്കുന്നത്. ഈ ഐഡന്റിഫിക്കേഷനെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെയൊക്കെ ആളുകൾ പറ്റിക്കുന്നതും അഡ്വർടൈസ്മെന്റ്സും കമ്പനീസും ഒക്കെ പറ്റിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു തരും. എന്തെങ്കിലും ഒരു കുപ്പ സാധനം വിൽക്കണമെങ്കിൽ വലിയൊരു സിനിമ ആക്ടർ ആ ഷർട്ടാണെങ്കിൽ ഷർട്ട് ധരിക്കുന്നതായിട്ടോ സോപ്പാണെങ്കിൽ സോപ്പ് തേക്കുന്നതായിട്ടോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അൺകോൺഷ്യസ് ആയിട്ട് ഭാവന ചെയ്യാണ് ആ സോപ്പ് തേച്ചാൽ ഞാനും അയാളെ പോലെ ആവുന്ന. പല ആളുകളും അങ്ങനെയൊക്കെ ധരിച്ചിട്ടാണ് ഇതൊക്കെ തേച്ചിട്ട് സിനിമ ആക്ടറും അയാളുടെ പോലെയാണ് താനെന്ന് ധരിക്കുകയാണ് ഉള്ളുകൊണ്ട്. ഒരു സന്തോഷമാണ്. ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണേ, അപ്പോഴാണ് ആൾ കുശിരി വെക്കണത്. ഈ കാര്യങ്ങൾ അധ്യാത്മത്തിലും അതേപോലെ തന്നെ. അധ്യാത്മത്തിൽ നോക്കാം, ഏതെങ്കിലും ഒരു വലിയ ആചാര്യൻ വളരെ ഫേമസ് ആയാൽ, ഒരു കരിഷ്മാറ്റിക് പേഴ്സണാലിറ്റി, വളരെ പവർഫുൾ പേഴ്സണാലിറ്റീസിനെയാണ് നമ്മൾ കരിഷ്മാറ്റിക് എന്ന് പറയാം. അതായത് അവരെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇമിറ്റേഷൻ ചെയ്യണം തോന്നും. അതേപോലെ അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിനെയാണ് കരിഷ്മാറ്റിക് എന്ന് പറയാം. അവരുടെ വേഷം കാണുമ്പോൾ അതേപോലെ വേഷം കെട്ടുക, അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതേപോലെ പ്രത്യേകമായിട്ട് ചെയ്യുക. അത് ആ സൂക്കേട് ഏറ്റവും അധികം ഉള്ളത് അധ്യാത്മലോകത്തിലാണ്. അതൊരു രോഗമാണ്. ആ രോഗം ഏറ്റവും അധികം ഉള്ളത് അധ്യാത്മലോകത്തിലാണ്. ഒരു ഗുരു താടി വളർത്തിയാൽ എല്ലാവരും താടി വളർത്തും. തലമുടി വളർത്തി, തലമുടി ഇതുവരെയൊക്കെ വളർത്തുന്നത് എത്ര കഷ്ടമാണെന്ന് വെച്ച് നോക്കൂ. പേനും മറ്റുമൊക്കെ കയറിയിട്ട് എന്നാലും വളർത്തും. ഒരു പ്രത്യേക രീതിയിൽ വേഷം കെട്ടിയാൽ അതുപോലെ വേഷം കെട്ടും. എല്ലാരും വേഷം. ഇയാള് അങ്ങനെ വേഷം കെട്ടിയത് കൊണ്ട് അയാളെ പോലെ ആവാനൊന്നും പോണില്ല. പക്ഷെ ഭാവന ചെയ്യാണ് ഞാൻ അതുപോലെ ആയി എന്നിട്ട്. അതുകൊണ്ട് ഒരു സന്തോഷം അയാൾക്കാണ്. അതായത് ഐഡന്റിഫൈ ചെയ്യണത് കൊണ്ട് എന്തിനോടെങ്കിലുമൊക്കെ താൻ അതാണെന്ന് ധരിക്കണത് കൊണ്ട് ഇയാളുടെ ഉള്ളിലുള്ള അഭിമാനത്തിന് ഒരു സന്തോഷം ഉണ്ടാവുകയാണ്. ആളുകൾ എന്തോ ധരിക്കട്ടെ, ഞാൻ സ്വയമേവ എന്നെ ഭാവന ചെയ്താൽ മതിയല്ലോ എന്നാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ച ഒരു പയ്യനുണ്ടായിരുന്നു. ഒരു 2 കിലോമീറ്റർ നടന്നു പോകണം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്. അയാളുടെ കയ്യിൽ കുടയുണ്ടാവും. ആ കുട പിടിച്ചിട്ട് ഇവിടുന്ന് വീടെത്തണ വരെ ക്രിക്കറ്റ് 6ഉം 4ഉം ഒക്കെ അടിച്ചുകൊണ്ട് തന്നെ നടക്കും. അയാൾക്ക് പ്രശ്നമേ അല്ല റോഡിൽ 2 വശത്ത് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതോ ആരെങ്കിലും കാണുന്നുള്ളതോ ഒന്നും മൂപ്പർക്ക് പ്രശ്നമല്ല. മൂപ്പര് ഒരു ഗ്രൗണ്ടിലാണ്, മൂപ്പരുടെ അടുത്ത് ആളുകൾ ബോളിംഗ് ചെയ്യുന്നുണ്ട്, മൂപ്പര് 6ഉം 4ഉം ഒക്കെ അടിച്ചുകൊണ്ടേ നടക്കുകയാണ്. അത് കാണുന്നതൊന്നും മൂപ്പർക്ക് പ്രശ്നമല്ല. ഇതേപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ കിടക്കേണ്ടതാണ് കേസുകൾ. അധികവും നിർബാധം റോഡിലിറങ്ങി നടക്കണ്ട. അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഐഡന്റിഫിക്കേഷൻ നമുക്ക് വേണം. അതൊരു സൂക്കടാണ്. ഈ ഒരു കാര്യം നല്ലവണ്ണം ചിന്തിക്കണം. ഇതിനെ വെച്ചുകൊണ്ടാണ് ഭാഗവതത്തിൽ ആ പൗണ്ഡ്രക വാസുദേവന്റെ കഥ വന്നത്. അതായത് ഭാഗവതത്തിന് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ സമകാലീനത്തിലുള്ള ഓരോ പ്രശ്നങ്ങളെ എടുത്തു നോക്കിയാൽ കാണാം അതിന്റെയൊക്കെ ബീജം
വ്യാസൻ അതേപോലെ തന്നിട്ടില്ല. പക്ഷെ ഒരു മിനിയേച്ചർ ഫോം ഇത് എല്ലാ കാലത്തും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഹ്യൂമൻ സൈക്കിയും ഒരു സർക്കിളാണെന്ന് വ്യാസൻ അറിയാം. അത് എല്ലാ കാലത്തും വീണ്ടും വീണ്ടും ചുറ്റിക്കൊണ്ടേയിരിക്കും ഒരു രീതിയിൽ. അപ്പൊ അതിന്റെ ചെറിയ രൂപമാണ് ഈ പുരാണത്തിൽ. അതാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്, പുരാണത്തിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്. പൗണ്ഡ്രക വാസുദേവൻ ആദ്യം രുക്മിണി സ്വയംവരത്തിന് പോകുമ്പോ ശിശുപാലന് വാക്കുകൊടുത്തു, ഞങ്ങളൊക്കെ ഉണ്ട് ഇത്ര ക്ഷത്രിയന്മാരുള്ളപ്പോ ആ യാദവ ചക്കൻ അങ്ങനെയൊക്കെ തന്റെ വധുവിനെ അപഹരിക്കുമോ, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ മൂക്കിന് ചോട്ടിൽ വെച്ച് അപഹരിച്ചുകൊണ്ട് പോയി കൃഷ്ണൻ രുക്മിണിയെ. അപ്പൊ ആകെപ്പാടെ ഡിപ്രസ്ഡായി, ഡൗണായി, തിരിച്ചു വന്ന് താടിക്ക് കൈ കൊടുത്ത് വിഷമിച്ച് ശോകമൂകനായിട്ടിരുന്നു. എന്തു പറഞ്ഞിട്ടും ആൾക്ക് ഉത്സാഹം വരണില്ല. അപ്പൊ ഈ മന്ത്രിമാര് നല്ല വിവരമുള്ളവരാണ്. ഈ ലോകത്തിൽ പലരും അങ്ങനെയാണ്. ചില സംഘടനകളൊക്കെ ഉണ്ടെന്നാണ് ഈയിടെ കേട്ടത് ഞാൻ. അതായത് ആളുകളെ യോഗിയാക്കണോ, സിദ്ധനാക്കണോ, അവതാര പുരുഷനാക്കണോ, അവരെ അഡ്വർടൈസ് ചെയ്തിട്ടൊക്കെ ആക്കി കൊടുക്കുമത്രേ. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടത്രേ. ഇപ്പൊ അവര് വളരെ വിനയമുള്ളവരാണ്. അവര് റോൾ മോഡലിങ്ങിനൊന്നുമില്ല. അവരൊക്കെ മാറി നിന്നുകളയും. അവര് വേണമെങ്കിൽ ഒക്കെ ചെയ്തു കൊടുക്കും എന്നാണ്. അവർക്ക് വേണ്ടത് പണം മാത്രമാണ്. അവര് പണം ഉണ്ടാക്കിക്കോളും. ആളെ എങ്ങനെ അഡ്വർടൈസ് ചെയ്യണോ അങ്ങനെ ചെയ്തു കൊടുക്കും എന്നാണ്. ഇത് ഇന്നും നടക്കണതല്ല. ഭാഗവതത്തിൽ ഇതിന്റെ ബീജരൂപമുണ്ട്. ഈ പൗണ്ഡ്രക വാസുദേവൻ ഡിപ്രസ്ഡ് ആയപ്പോ മന്ത്രിമാരും സേനാപതിമാരും സഭയിലുള്ളവരും ഒക്കെ പറഞ്ഞു എത്രയ്ക്കോ ഉത്സാഹപ്പെടുത്തി നോക്കി. ഒന്നും സാരമില്ലാന്ന്. ഈ യാദവന്റെ അടുത്ത് ജരാസന്ധൻ എത്ര പ്രാവശ്യം തോറ്റു, എന്നിട്ട് അദ്ദേഹത്തിന് വല്ല വിഷമമുണ്ടോ എന്നൊക്കെ പറഞ്ഞു നോക്കി. ഇദ്ദേഹം കേൾക്കണില്ല. എന്നാലും ഞാൻ മോശമായി പോയി. ഞാൻ ആ ശിശുപാലന് വാക്കുകൊടുത്തതാണ്. അവിടെ പോയിട്ട് ഈ യുദ്ധത്തിൽ ജയിച്ച് രുക്മിണിയെ അയാളെ കൊണ്ടുപോവാൻ സമ്മതിക്കില്ലെന്നൊക്കെ വാക്കുകൊടുത്തതാണ്. രുക്മിണിയെ കട്ടോണ്ടുപോയല്ലോ. എന്റെ ശൗര്യം ചോദ്യം ചെയ്യപ്പെട്ടുവല്ലോ എന്നൊക്കെ പറഞ്ഞ് തനിക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നുമില്ല. താൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരുന്ന വീര്യം മുഴുവൻ ചോർന്നുപോയി. താടിക്ക് കൈകൊടുത്ത് വിഷമിച്ചിരിക്കുകയാണ്. മന്ത്രിമാരാലോചിച്ച് എങ്ങനെയാ അപ്പൊ രാജാവിനെ ഒന്ന് ഉണർത്തുക. ഒരാളും ഐഡിയ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ രാജാവിന്റെ പേരും വാസുദേവൻ എന്നാണല്ലോ. അപ്പൊ നമുക്കൊരു പതുക്കെ രാജാവിന്റെ അടുത്ത് ഉള്ളിൽ കയറ്റണം. അദ്ദേഹമാണ് ശരിയായ വാസുദേവൻ. അദ്ദേഹമാണ് ശരിയായ വാസുദേവൻ. വിഷ്ണുവിന്റെ അവതാരമാണ്. കൃഷ്ണൻ വെറും വേഷം കെട്ടിയാണെന്നും ഇദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്യണതാണെന്നും ഒക്കെ പറഞ്ഞ് പരത്തണം. രാജാവ് വിശ്വസിക്കുമോ നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞാൽ? അത് നമ്മൾ നേരിട്ട് പറയാൻ പാടില്ല. പ്രജകളുടെ അടുത്ത് പറഞ്ഞ് പ്രജകളെ കൊണ്ട് രാജാവിനെ ആരാധിപ്പിക്കണം. എന്താ ബുദ്ധി നോക്കൂ. അപ്പൊ പ്രജകൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അത് ഇപ്പൊ 1000 പേര് വിശ്വസിക്കില്ലായിരിക്കും. എല്ലാ 1000 പേരുടെ നടുവിൽ ഒരു 10 മണ്ടന്മാരുണ്ടാവും. അവര് വിശ്വസിച്ചിട്ട് നാളെ പഴവും നേദ്യവും ഒക്കെ ആയിട്ട് വരും നിശ്ചയമായിട്ട്. അത് മതി എന്നാണ്. അങ്ങനെ കുറെ പേര് വന്നു കഴിയുമ്പോ മഹാജനോയേന ഗതസ്സബദ്ധ എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ളവരൊക്കെ പുറകെ കൂടും. പിന്നെ വിമർശിക്കുന്നവര് ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ടാവും. അവരെ ആര് കേൾക്കണു? ആ വിമർശിക്കണവരെയൊക്കെ ആര് ശ്രദ്ധിക്കുക? അവര് കൂക്കി വിളിച്ചോണ്ടിരുന്നോട്ടെ, നമുക്ക് കാര്യം നടക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവരതിനു വേണ്ടി ആളുകളെയൊക്കെ ഏർപ്പാടാക്കി. ആ പൗണ്ഡ്രക വാസുദേവന്റെ പട്ടണത്തിൽ മുഴുവൻ, ആ പുരിയിൽ മുഴുവൻ പ്രചാരകന്മാരെ പോസ്റ്റില് ഇലക്ട്രിക് പോസ്റ്റില് ഓരോ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ഇദ്ദേഹമാണ് വാസുദേവൻ എന്ന് പറഞ്ഞ് സർവത്ര പ്രചരിപ്പിച്ചു. ഇദ്ദേഹമാണ് വാസ്തവത്തിൽ വാസുദേവനെന്നും കൃഷ്ണൻ വെറും ഇമിറ്റേഷനാണെന്നും നമ്മളുടെ രാജാവാണ് ശരിക്ക് ഭഗവാന്റെ അവതാരം എന്നും ഒക്കെ പറഞ്ഞ് സർവത്ര പ്രചരിപ്പിച്ചു. പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോ കുറെ കഴിഞ്ഞപ്പോ എന്തായി? ഇദ്ദേഹം പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിന് യൂഷ്വൽ ഡിപ്രഷനിൽ ഇരിക്കുമ്പോഴാണ് ആളുകൾ വരിവരിയായി വരികയും പോകുന്ന സ്ഥലത്തൊക്കെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ദീപാരാധന കാണിക്കുകയും പുഷ്പാർച്ചന ചെയ്യുകയൊക്കെ ചെയ്ത് കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി ശരിയായിരിക്കും. ഇത്ര ആളുകൾ പറയണു ഞാൻ വാസുദേവൻ ആരാധിക്കുക, അവർക്ക് തോന്നോ ഇങ്ങനെയൊക്കെ എന്ന് തോന്നി തുടങ്ങി. പതുക്കെ അദ്ദേഹം തീരുമാനിച്ചു. 2 ആളുകളെ വിളിച്ചു. എക്സ്ട്രാ പ്ലാസ്റ്റിക് കൊണ്ട് 2 കൈ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. 2 സ്ഥലത്തും ഫിറ്റ് ചെയ്യണ പോലെ 2 സ്ഥലത്തും ഫിറ്റിംഗ് നടത്തി. എന്നിട്ട് ശ്രീവത്സത്തിന് എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിന് പറഞ്ഞു ഇത്തിരി ചട്ടുകം കാച്ചിട്ട് അമൂല്യ ശ്രീവത്സാഭരണം
അമൂല്യം എന്ന് വെച്ചാല് വിലയില്ലാത്തതെന്നാണ്, വില മതിക്കാൻ പറ്റാത്തതെന്നൊരർത്ഥം. വിലയില്ലാതെ എളുപ്പത്തിൽ കാര്യം നടന്നു. ഒത്തിരി ചൂട് വെച്ചു അവിടെ. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി. അതിന്റെ ഇടയിൽ ആരോ പറഞ്ഞു, നമ്മൾ വെറുതെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് ചക്രമും ഈ കടലിന് കൊണ്ടുള്ള ശംഖൊന്നും വേണ്ട, നിങ്ങൾ വാസ്തവമായ വാസുദേവനായിരിക്കുമ്പോ അയാള് ആ കള്ളൻ വാസ്തവത്തില് സുദർശനത്തിനെയും ശംഖിനെയും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, കൊണ്ടുതരാൻ പറയണം എന്നോ. ശരിയാണെന്ന് തോന്നി പാവത്തിന്. അദ്ദേഹത്തിന്റെ ഒരു കഷ്ടകാലം നോക്കണം. ആളെ പറഞ്ഞയച്ചു, ആ സുദർശനമൊക്കെ ഇങ്ങോട്ട് കൊടുത്തയക്കൂ. ആ സുദർശനമൊക്കെ ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണ് ഭഗവാൻ ഞാൻ തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് വരുമ്പോ കൃഷ്ണൻ ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ്. ഇയാളുടെ വേഷം കെട്ട് കണ്ടിട്ട് ഇതൊക്കെ കൂടെ കെട്ടിയിട്ട്, പാവം നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു, നല്ല ക്ഷത്രിയ വീര്യമുള്ള ആളായിരുന്നു. പതുക്കെ തലയിലേക്ക് ഇങ്ങനെ കയറ്റി 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 അദ്ദേഹം അവതാര പുരുഷനാണെന്ന് പറഞ്ഞ് ചെവിയിൽ കയറ്റി കയറ്റി മൂപ്പർക്ക് തോന്നിയിട്ട് ചെയ്തതാണ്. ഇതാ പഴയ കഥ. ആ കഥ ഇപ്പോഴൊക്കെ റിപ്പീറ്റേഷൻ ആവണുണ്ട് സർവത്ര. എന്തൊക്കെയാ കാണിക്കണം അറിയോ ഓരോരുത്തരും. ആദിശേഷനിൽ കിടക്കണ പോലെ ഫോട്ടോ, അങ്ങനെയൊക്കെയാണ് പൊട്ടിക്കണം. അതിന്റെ പുറകിലും ആളുകളുണ്ട്. ഈ ആളുകളെ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതിന്റെ പുറകിൽ ആദിശേഷനിൽ കിടക്കണ പോലെ ഒരു ഫോട്ടോ, അങ്ങനെയൊക്കെ ഒരാളിപ്പോ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആരെയും വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയല്ല, പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പറയണം, എവിടെയെങ്കിലുമൊക്കെ പറയണമല്ലോ. ഇതൊക്കെ വരാൻ കാരണം എന്താ? ഇതൊക്കെ ആന്തരികമായ ഒരു മനോരോഗമാണ്. ആ മനോരോഗം കൊണ്ടാണ് താൻ വാസ്തവത്തിൽ ഒരു പ്രത്യേക വ്യക്തിത്വം എന്നുള്ളത് തന്നെ ഒരു ഭ്രമമായിരിക്കെ ആ വ്യക്തിത്വത്തിനെ താൻ ഇതാണെന്നും താൻ അതാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും പല വേഷങ്ങൾ തോന്നുകയും ഭാവനകൾ തോന്നുകയും ആ ഭാവനകൾക്കനുസരിച്ച് താൻ വേഷം കെട്ടുകയും ഒക്കെ ചെയ്യുന്നു. ഈ വേഷം കെട്ട് കുറച്ചൊരു ഭാവന നമ്മൾ പൂർവ്വജന്മത്തിൽ കൊണ്ടുവന്ന സംസ്കാരത്തിനനുസരിച്ച് ഒരു ഭാവന നമുക്കുണ്ടാവും. ആ ഭാവനയുടെ മേലെയും വളർന്ന് 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 പലതും ഭ്രമാത്മകമായിട്ട് തോന്നുന്നു. ഏഷാ മൃഷൈവ സംസാരിതാസ്വസ്യ തതോ മൃഷൈവ. താൻ ഇന്നവനാണെന്ന് തോന്നണതിന് പേരാണ് സംസാരം. സംസരതീതി സംസാര, ഒഴുകുന്നത്. കറന്റ് ഓഫ് ബിക്കമിങ് സംസാരം അതാണ്. ഭവം, ഭവിക്കുക, അതാണ്. അങ്ങനെ ആവണം ഇങ്ങനെ ആവണം തോന്നുക. സംസാരിതാസ്വസ്യ തതോ മൃഷൈവ. ഇത് ചെറിയ കുട്ടികൾ മുതൽക്ക് നമ്മൾക്ക് ഈ രോഗം നമ്മളുടെ ഉള്ളിലുണ്ട് അല്ലെ? കുട്ടികളാവുമ്പോ ഞാൻ രാജാവാണെന്നും മന്ത്രിയാണെന്നും ഒക്കെ കുട്ടികൾ കളിക്കും, അച്ഛനാണ് അമ്മയാണെന്ന് കളിക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വാസ്തവത്തിൽ അങ്ങനെ ഭാവന ചെയ്യാണ്. കുറെ കഴിയുമ്പോ ആ ഭാവനകൾ മാറി 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 വരുന്നു. അത് ഈ ഭാവന ചെയ്യലുണ്ടല്ലോ, അതിനാണ് സംസാരം എന്ന് പേര്. സംസാരം എന്നുള്ളത് അല്ലാതെ കുടുംബവും ഭാര്യയും കുട്ടികളും ഒന്നുമല്ല. ടു ബി ദിസ് ഓർ ദാറ്റ് ഈസ് നോട്ട് യുവർ റിയൽ നേച്ചർ. ഭഗവാൻ ടോക്സിൽ ഒരിടത്ത് പറയുന്നുണ്ട്. നമ്മളെ ആരോ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നമ്മളെ എന്തോ ആവണ്ടേന്നോ എന്തോ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയാണ്, ടു ബി ദിസ് ഓർ ദാറ്റ് ഈസ് നോട്ട് യുവർ റിയൽ നേച്ചർ. ബി ആസ് യു ആർ. ബി ആസ് യു ആർ എന്ന് പറഞ്ഞാൽ ഞാൻ ശാരീരികമായി എങ്ങനെ ഇരിക്കണോ അതിന്റെ കാര്യമല്ല, താൻ തന്റെ സ്വരൂപത്തിൽ എന്താണോ അതായിട്ട് ഇരിക്കണം. അവിടെ നിശ്ചലതയേ ഉള്ളൂ. അങ്ങനെയുള്ള ആളെ അപ്പൊ ശരിക്ക് ബുദ്ധിക്ക് കുഴപ്പമില്ലാത്ത ആളെന്ന് പറയാൻ പറ്റുള്ളൂ, സെയിൻ മാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എന്താ അദ്ദേഹത്തിന്, സിഗ്മണ്ട് ഫ്രോയിഡ്, വലിയ സൈക്കാട്രിസ്റ്റ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ കാൾ യുങ് ഇത്തിരി ഗുരുവിൽ നിന്നും ഇത്തിരി മാറി വന്നു. കാൾ യുങ് രമണ മഹർഷിയുടെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു, ഐ ഫീൽ പെർഹാപ്സ് ഈസ് ദ ഓൺലി സെയിൻ മാൻ ഇൻ ദിസ് വേൾഡ്. എന്നാലും കാൾ യുങ് മഹർഷിയെ കാണാനൊന്നും വന്നില്ല, ഉള്ളുകൊണ്ട് പേടിയുണ്ട്. അവിടെ വരുമ്പോ ആ പേഴ്സൺ അദ്ദേഹം തന്നെ പറഞ്ഞു പിന്നീട്, ഈ പേഴ്സണാലിറ്റിയും വെച്ചുകൊണ്ട് അങ്ങോട്ട് പോവാൻ ഇത്തിരി പേടിയുണ്ട്. നിശ്ചലമായ സെന്റർ നമ്മളുടെ പേഴ്സണാലിറ്റിയെ തിന്നുകളയും. അതാണ് ഗുരുതത്വം എന്ന് പറയണതേ. നമ്മള് ഒരു മനഃശാസ്ത്രത്തിനെ വെച്ചുകൊണ്ട് അധ്യാത്മത്തിനെ വീക്ഷിച്ചാൽ ജ്ഞാനി ആരാണ്? മനസ്സിനെയും മനഃശാസ്ത്രത്തിനെയും
മനഃശാസ്ത്രജ്ഞനെയും തിന്നുകളയുന്ന ആളാണ്. മഹാഗർത്ത എന്നാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരാണ് മഹാഗർത്തം എന്നാണ്. എന്ന് വെച്ചാൽ അടി കാണാത്ത കുഴി അത്രേ. എന്താ ഭഗവാൻ ഇങ്ങനെ കുഴി എന്ന് പറയുന്നത് വെച്ചാൽ അതിൽ വീണ തിരിച്ചു വരാൻ പറ്റില്ല. മഹാഗർത്ത എന്നാണ്. അതുപോലെയാണ് ജ്ഞാനിയും മഹാഗർത്തമാണ്, മൈറ്റി ഇംപേഴ്സണാലിറ്റിയാണ്. അത് പേഴ്സണാലിറ്റിയെ തിന്നുകളയും, വിഴുങ്ങിക്കളയും. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാ നമോ നമ. നാരായണ ഗുരുസ്വാമിയുടെ ഒരു സ്തോത്രമാണ്. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാ നമോ നമ. ആ വ്യക്തിയഹന്ത പോയി കഴിഞ്ഞാൽ അവിടെ എന്താ നടിക്കുന്നത്? ശുദ്ധചിത്താണ്. അവിടെ വ്യക്തി അഹങ്കാരം. അരുണാചലത്തിനെ കണ്ട് എഴുതിയതാണ് നാരായണ ഗുരുസ്വാമി. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാ നമോ നമ. അവിടുത്തെ കഥയാണ്. അടിക്ക് പന്നിയായിട്ട് വരാഹമായിട്ട് വിഷ്ണുവും മുടിക്ക് ഹംസമായിട്ട് ബ്രഹ്മാവും പോയി അടിമുടി കണ്ടില്ല എന്നാണ്. അഗ്നിസ്തംഭമായിട്ട് ആവിർഭവിച്ചപ്പോ അപ്പോ മുകളിൽ നിന്നൊരു താഴമ്പൂ വീണു. ആ താഴമ്പൂ ശിവശിരസിൽ നിന്ന് വരണതാണ്. അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ബ്രഹ്മാവ് ഞാൻ കണ്ടു എന്ന് കള്ളം പറഞ്ഞു അത്രേ. അതുകൊണ്ടാണ് താഴമ്പൂവ് ശിവപൂജയ്ക്ക് എടുക്കില്ല എന്ന് പറയണത്. കള്ളം പറഞ്ഞ് കൂട്ടുനിന്നു. വിഷ്ണു പറഞ്ഞു എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. വിനയത്തോടുകൂടെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന്റെ ഹൃദയത്തില് ഭഗവാൻ പ്രകാശിച്ചു. ഞാൻ കണ്ടു എന്ന് കള്ളം പറഞ്ഞ ബ്രഹ്മാവിന് ഒരു ശിരസ് പോയി. ഇതാണ് കഥ. ഇതൊക്കെ തന്നെ ശിവപുരാണത്തിൽ ശിവന് പ്രാമുഖ്യവും വിഷ്ണു പുരാണത്തിൽ വിഷ്ണുവിന് പ്രാമുഖ്യവും ഒക്കെ ഉണ്ടാവും. അതാത് പുരാണങ്ങളുടെ സ്വഭാവമാണല്ലോ. എവിടെ ഏതേത് ദേവന് പ്രാമുഖ്യം കൊടുക്കണോ ആ ദേവൻ ഔപനിഷദമായ ബ്രഹ്മമാണെന്ന് അറിഞ്ഞുകൊള്ളണം. ആ അർത്ഥത്തിലാണ്. അപ്പോ ഇവിടെ വിഷ്ണുവും ബ്രഹ്മാവും ആരാണ്? ബ്രഹ്മാവ് കള്ളം പറഞ്ഞത് എന്തിനെ പിടിച്ചുകൊണ്ട്? ആ താഴമ്പൂ. താഴമ്പൂവിൽ എന്തുണ്ട്? ശിവശിരസിന്റെ ഗന്ധമുണ്ട്. താഴമ്പൂ എന്താണെന്ന് വെച്ചാൽ പുസ്തകമാണ്. കുറച്ച് പുസ്തകത്തിൽ നിന്നുള്ള അറിവൊക്കെ വെച്ചുകൊണ്ട് കണ്ടു എന്ന് ധരിക്കുന്ന ആളുടെ അധ്യാത്മയാത്ര അവിടെ നിന്നുപോകും. അതൊക്കെയാണ് ഈ പലപ്പോഴും നമ്മള് പഠിക്കുന്നത് കൊണ്ടുവരുന്ന ദൂഷ്യം എവിടെ വരുന്നു എന്ന് വെച്ചാൽ ഇയാള് ചിലപ്പോ പഠിക്കുന്നത് കൊണ്ട് തന്നെ തൃപ്തനായിട്ട് അങ്ങോട്ട് പോവാതെ നിന്നു പോകും. അറിഞ്ഞു എന്ന് പോലും ചിലപ്പോ ധരിച്ചു പോകും. അധ്യാത്മ തപസ് അതോടെ നിന്നുപോകും. നിന്നു പോവുകയാണെങ്കിൽ അയാളുടെ ശ്രദ്ധയാവുന്ന തല പിഴുതെടുക്കുക. അയാൾ ശ്രദ്ധ പോയി എന്നർത്ഥം. എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ അഹങ്കാരം അടങ്ങുമ്പോ ഉള്ളില് വസ്തു പ്രകാശിക്കണം. അതാണ് വിഷ്ണുവിന് പ്രകാശിച്ചു എന്ന് പറയണത്. ബ്രഹ്മാവിന് കിട്ടിയില്ല. അപ്പൊ അതാണ് അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാ നമോ നമ. ആ എടുത്തു വിഴുങ്ങാന്ന് വെച്ചാൽ വ്യക്തിത്വം തന്നെ ഇല്ലാതായി തീരുകയും കേവലമായ സത്യം ചിത്ത് അവിടെ പ്രകാശിക്കുകയും ചെയ്യാണ്. അതാണ് നിർമനനേ പദേ. മനനമില്ലാത്ത, മനസ്സ് ചലിക്കാത്ത സ്റ്റേറ്റില്, മെന്റേഷൻസ് ഇല്ലാത്ത സ്ഥിതിയില് ആ വസ്തു പ്രകാശിക്കും. വീക്ഷ്യാഹിമീക്ഷേത യഥാന രജ്ജും വിശ്വം സജീവേശ്വരം ആത്മരൂപേ അവിദ്യയാരോപിതമീക്ഷമാണോ ന വീക്ഷതേ സ്വം പരമാർത്ഥ സത്യം. പാമ്പിനെ കാണുന്ന ആള് കയറിനെ കാണുന്നില്ല. അതേപോലെ തന്നെ ഈ ശരീരത്തിനെയും ഈ പ്രപഞ്ചത്തിനെയും പ്രപഞ്ചനിയന്താവായ ഈശ്വരനെയും ഞാനൊരു ജീവനാണെന്നും ഒക്കെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് സത്യമായ ആത്മസ്വരൂപത്തിനെ കാണുന്നില്ല. ഈ ത്രിപുടിയുള്ളവരെ ആത്മസ്വരൂപത്തിനെ അയാൾ കാണുന്നില്ല. ഞാനെന്നും ജഗത്തെന്നും ഈശ്വരനെന്നും വേറെ വേറെ തോന്നുകയാണ്. മത്പ്രാണനും
പരനും ഞാനെന്നും ഈശ്വരനെന്നും പിളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ മഹാമോഹം നിമിത്തം അത് പോകും പ്രകാരം ചേതസ്സിലാക ഹരിനാരായണായ നമഃ. ഞാനെന്നും ഈശ്വരനെന്നും പിളർന്നളവ്. ആ പിളർപ്പ് എവിടുന്ന് വന്നു? ഞാനെന്നുള്ള ജീവാഹന്തയും ഒരു ഈശ്വരനും ഒരു പ്രപഞ്ചമും ഒക്കെ കൂടി. ഇതില് ബേസായിട്ടാണ് എല്ലാ മതങ്ങളും ലോകത്തില്. അതുകൊണ്ടാണ് തമാശായിട്ട് നാരായണ ഗുരുസ്വാമി പറഞ്ഞതിന് ഇത്തിരി തമാശായിട്ട് ആളുകൾ പറയും, ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും എന്ന് പറഞ്ഞു അത്ര അദ്ദേഹം. അങ്ങനെയാണ് അത് വന്നതെന്നാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അനുജന് എന്ന് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞത്. വാസ്തവത്തിൽ ഇത്തിരി വേദാന്ത വിചാരം ചിന്തിച്ച് ഇത് നോക്കുമ്പോ ഈ ലോകത്തിലുള്ള ആളുകളുടെ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റും മതം എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഒക്കെ തമാശകളിയാണ്. എന്റെ ദൈവം, എന്റെ ദൈവം, എന്റെ ദൈവത്തിനെ കുറ്റം പറഞ്ഞു, എന്റെ ദൈവത്തിനെ കുറ്റം പറഞ്ഞു. അപ്പൊ ഇയാളുടെ ദൈവവും ഇയാളുടെ ഒരു ക്രിയേഷനാണ്, ഇയാളുടെ ഒരു കോൺസെപ്റ്റാണ്. ആ ദൈവത്തിനെ ചിലർ സ്വീകരിക്കുകയും ചിലർ സ്വീകരിക്കാതിരിക്കുകയും, ഈ ദൈവം ശണ്ട കൂടുകയും മറ്റ് ദൈവങ്ങളും ഈ ദൈവവും കൂടെ ശണ്ട കൂടുകയും ഒക്കെ ബഹു തമാശാണ്. ഇതൊക്കെ എന്താ? ഇയാളെ തന്നെ ഇയാള് വിജൃംഭണം ചെയ്ത് കാണുകയാണ് ദൈവങ്ങളുടെ രൂപത്തിലൊക്കെ. വിചിത്രമാണ്. അപ്പൊ എല്ലാ മതങ്ങളും ഈ ത്രിപുടിയെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ലൗകികം വൈദികം ച കർമ്മ അവിദ്യാ ആരോപിതമേവ അവിദ്യാവദ് വിഷയം. എല്ലാ കർമ്മങ്ങളിലും ഞാൻ എന്ന വ്യക്തിത്വം ഉണ്മയാണെന്ന് കരുതുകയും അതിന്റെ മേലെ എനിക്ക് ഇന്നന്ന കർമ്മങ്ങളുണ്ടെന്ന് ആരോപിക്കുകയും ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ഭാവന ചെയ്യുകയും തന്നെ അധികാരിയാക്കണമെങ്കിലോ, അതാണ് ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയണത്, എന്തു വൈദിക കർമ്മം ചെയ്യണമെങ്കിലും തന്നിൽ ബ്രാഹ്മണത്വാദി ആരോപണം കൂടാതെ ചെയ്യാൻ പറ്റില്ല. വേദാന്തജ്ഞാനമാവട്ടെ ഈ ആരോപണം നീക്കാതെ വരില്ല. അപ്പൊ ത്രിപുടിയെ അംഗീകരിച്ചുകൊണ്ടാണ് എല്ലാ മതങ്ങളും പ്രവർത്തിക്കുന്നത്. കയറില് പാമ്പിനെ കാണുന്നവരെ കയറ് കാണപ്പെടില്ല. അതുപോലെ അകമയ്ക്ക് ഞാൻ ഇന്നവനാണെന്നും ജീവനാണെന്നും ഒക്കെ ഭാവന ചെയ്യുന്നവരെ ഇയാൾക്ക് സത്യം പ്രകാശിക്കുകയേയില്ല. സന്യാസികളെയോ ആരെയും കുറ്റം പറയല്ല. ആശ്രമങ്ങളിൽ പോയിട്ട് അധ്യാത്മ പ്രഭാഷണം ചെയ്താൽ അവർ കേൾക്കില്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇതൊക്കെ ഓൾറെഡി ആയിക്കഴിഞ്ഞു എന്നൊരു തോന്നല്. പിന്നെ ഞങ്ങള് സന്യാസികളാണെന്ന് ചിലർ വിചാരിക്കണു, അല്ലെങ്കിൽ ഞങ്ങള് ബ്രഹ്മചാരികളാണ്, ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ ഉയർന്നവരാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരോപണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശ്രവണാദികളൊന്നും നടക്കില്ല. You remain in the state where I do not know, in that state of I do not know, എനിക്കറിയില്ല എന്നുവെച്ചാൽ അവിടെ ഞാനുമില്ല, അറിയൽ ഒന്നുമില്ല. അപ്പോഴേ ശ്രവണമൊക്കെ നടക്കുകയുള്ളൂ. പലപ്പോഴും ആളുകൾ താൻ എന്തെങ്കിലും ആണ് എന്ന് ധരിച്ചാൽ ഈ തത്വം അറിയാൻ പറ്റില്ല. അന്യാഭിനിവേശം എന്ന് അതിനാണ് പറഞ്ഞത്. എന്തെങ്കിലും ആണെന്ന് താൻ എന്ന് ധരിച്ച് തനിക്കൊരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ മുസ്ലിമാണ് എന്നൊരാൾ ധരിച്ചിട്ട് ഇതൊക്കെ ഹിന്ദുക്കളുടെ ശാസ്ത്രമാണ് ധരിച്ചു കഴിഞ്ഞാൽ അയാൾ കേൾക്കില്ല. ഞാൻ ദ്വൈതിയാണ്, ഇത് അദ്വൈതമാണെന്ന് ധരിച്ചാൽ അയാൾ കേൾക്കില്ല. ശരിയായി അദ്വൈതജ്ഞാനം ഉണ്ട് എന്നൊരാൾ തീരുമാനിക്കണമെങ്കിൽ അയാൾക്ക് പേഴ്സണാലിറ്റി ഉണ്ടാവാൻ പാടില്ല. അയാൾ എന്തിനേയും സ്വീകരിക്കും, എന്തും അയാൾക്ക് കേൾക്കാൻ പറ്റും, ഏതിനോടുകൂടെയും ഐഡന്റിഫൈ ചെയ്യാൻ. ജീവൻ മുക്താനന്ദ ലഹരി എന്ന് ആചാര്യസ്വാമികൾ പറയുന്ന ഒരു കൃതിയുണ്ട്. അതിൽ ജീവൻ മുക്തൻ എങ്ങനെ വ്യവഹരിക്കണമെന്ന് വെച്ചാൽ, ഗണപതിയെ പൂജിക്കുന്ന ആളുടെ കൂടെ പോയി ഗണപതി പൂജ ചെയ്ത് ഭക്തിയോടുകൂടെ ഗണപതിയെ പൂജിക്കുന്നു. സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ആളുടെ അടുത്ത് പോയി സുബ്രഹ്മണ്യനെ പൂജിക്കുന്നു. വിഷ്ണു ഭക്തന്മാരുടെ കൂടെ പോയി നടിക്കുകയല്ല, അവൻ വാസ്തവത്തിൽ അതായി തീരുകയാണ്. വിഷ്ണുവിനെ പൂജിക്കുന്നു. ശിവഭക്തന്മാരുടെ കൂടെ പോയി ശിവനെ പൂജിക്കുന്നു. ലോകത്തിൽ ആരെങ്കിലും ഒക്കെ മറ്റേ വല്ല ലൗകിക വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ നടുവിൽ പോയി അത് പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾക്ക് തന്റേതൊരു പേഴ്സണാലിറ്റി ഇല്ല. ഈ കാഞ്ചി പരമാചാര്യരെ കുറിച്ച് അതാണ് പറയുക. എല്ലാവർക്കും വലിയ ആശ്ചര്യമായിരുന്നു അദ്ദേഹത്തിന്. എന്താന്ന് വെച്ചാൽ, ഒരു
സ്ഥപതി വന്നാല്, ശില്പി വന്നാൽ അയാളുടെ അടുത്ത് കാര്യമായി ചോദിച്ച് ശില്പശാസ്ത്രത്തിന് അയാളെ അറിവില്ല എന്നാക്കി കളയും. മ്യൂസീഷ്യൻ വന്നാൽ അയാളുടെ അടുത്ത് സംഗീതം, ഈ വീണ ബാലചന്ദ്രോ മറ്റോ ആണ് എവിടെയോ പറഞ്ഞത്, ഏതോ കീർത്തനമോ അല്ല സാമവേദമോ എന്തോ വായിച്ചിട്ട് കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനടുത്ത് ചോദിച്ച് ഇതെന്താ അങ്ങനെ വായിച്ച, ആ സ്വരം എന്താ ഇങ്ങനെ വായിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം ബാലചന്ദ്രക്ക് ഉള്ളൂടെ തോന്നിയത്രേ, സ്വാമി എന്തൊക്കെ ആയാലും വീണ വായിക്കുന്ന കാര്യത്തിൽ എന്നെ പഠിപ്പിക്കാൻ പാടുമോ എന്ന് തോന്നിയത്രേ. എന്നിട്ട് എണീറ്റ് പോയി അങ്ങട്. അദ്ദേഹം പോയി കഴിഞ്ഞു. ഈ സംവാദം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്നും കാണിച്ചില്ല. അദ്ദേഹം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം കുറെ കഴിയുമ്പോ സുമധുരമായി താൻ വായിച്ചത് എവിടെയോ വായിക്കണ കേൾക്കണു. എത്തി നോക്കുമ്പോ സ്വാമി അവിടെ ഇരുന്ന് വായിക്കുക. അതിപ്പോ കരഞ്ഞുപോയി എന്നാണ്. ഞാൻ കരഞ്ഞുപോയി. അവർക്ക് പേഴ്സണാലിറ്റി ഒന്നുമില്ല, എന്നാൽ കുട്ടിക്കളി പോലെ ചില ടോക്സ് ഒക്കെ അദ്ദേഹത്തിനെ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വേദാന്തിയാണെന്നോ ശങ്കരമഠ സമ്പ്രദായത്തിൽ വന്ന ആളാണെന്നോ തോന്നില്ല. ദൈവത്തിൻ കുരലിൽ ചില ടോക്സ് കാസറ്റൊക്കെ ഉണ്ട് ഇപ്പൊ കുറച്ച്. അതൊക്കെ സാധാരണ ആളുകളുടെ മുമ്പിൽ പറയണ പോലെ പിള്ളയാർ ഗണപതി ഇത് അവിടെ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നുണ്ട് തമിഴ്നാട്ടില്, അവയാർ ഗണപതിയെ കുറിച്ച് പാടി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും സാധാരണ പ്രാകൃതമായിട്ട് ഒരാള് ഈ സാധാരണ ആളുകളുടെ ഭക്തിയില്ലേ, എന്താ പറയാ, അമ്പലത്തില് ഗണപതി ഇരിക്കണു, ഗണപതിയെ പൂജിക്കുക, ആ കാര്യങ്ങളൊക്കെ പറയണ പോലെ തോന്നും. ഡാൻസിനെ കുറിച്ച് പത്മാ സുബ്രഹ്മണ്യം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവര് പറയുന്നുണ്ട് അദ്ദേഹം ഡാൻസിൽ പല മുദ്രകളെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. വേദാന്തത്തിലാണെങ്കിൽ വേദാന്തത്തില്, സംഗീതത്തിലാണെങ്കിൽ സംഗീതത്തില്, അതുപോലെ ഏത് ശാസ്ത്രത്തിലും. അദ്ദേഹം ഉള്ള സമയത്ത് ഈ ദ്വൈതി അദ്വൈതി എന്നുള്ള ശണ്ടയൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. ദ്വൈത മഠത്തിന് മാധ്വ മഠത്തിന്റെ ആചാര്യന്മാരും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള കോൺഫറൻസും ഒക്കെ അപ്പോഴാണ് നടന്നത്. ഏത് ദേവതകളാവട്ടെ, ഏത് ഭാവമാവട്ടെ, ഏത് രൂപമാവട്ടെ, സാധാരണ ആളുകളുടെ അടുത്ത് സാധാരണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ സാധാരണമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലോകവർത്തമാനമൊക്കെ പറയാണെന്ന് തോന്നും. അവരുടെ കുടുംബകാര്യങ്ങളും മറ്റുമൊക്കെ അന്വേഷിച്ച് അപ്പോ അവർക്ക് ഒന്നിനോടും, അതാണ് തനിക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിത്വമില്ല. തന്റെ മുമ്പിൽ ആര് വരണു അയാളായിട്ട് തീരുകയാണ്. ഇതൊക്കെ ഇപ്പൊ അദ്ദേഹം പഠിച്ചുണ്ടാക്കണതാണെന്ന് പറഞ്ഞാൽ അത് അശാസ്ത്രീയമാണ്. പഠിച്ചുണ്ടാക്കണ കാര്യമൊന്നുമല്ല. ആളുകൾ ചിലപ്പോ പറയാം അദ്ദേഹത്തിന്റെ അറിവ് ഭയങ്കരമാണ്, അദ്ദേഹം എല്ലാം ഇത്രയൊക്കെ പഠിച്ചിരിക്കണമെന്നൊക്കെയാണ്. അദ്ദേഹം പഠിച്ചുണ്ടാക്കിയതൊന്നും അല്ലാതെ അത് മുമ്പിൽ വരുന്ന ആളെ കാണുമ്പോ അദ്ദേഹം ആയിട്ട് തീരുകയാണ് തത്കാലത്തേക്ക്. മുമ്പിൽ ആരാണോ വരണത് അയാളായിട്ട് തീരുകയാണ്. അപ്പോ അയാൾ സാധാരണ ആളാണെങ്കിൽ താൻ സാധാരണ ആള്. ചിലതൊക്കെ മിസ്റ്റീരിയസ് ആയ സിദ്ധികളാണെന്നു, അത് സിദ്ധിയൊന്നുമല്ല. ചിലതൊക്കെ ഒരമ്മ എന്റെ അടുത്ത് പറഞ്ഞു, അവര് കണ്ട ഇൻസിഡന്റ് ആണ്. മുമ്പില് ഒരു സ്ത്രീ, അവരുടെ കുടുംബത്തിലെ മകൾക്ക് കല്യാണമാണ്, കപ്പിളാണ്. അവർ രണ്ടുപേരും കൂടെ വന്നിരിക്കണു. എത്രയോ കുറച്ച് സ്വർണം, വള, എത്രയോ സോവറിൻസ്. അവർക്ക് അടുത്ത ദിവസം കല്യാണത്തിന് 2-3 ദിവസമേ ഉള്ളൂ. എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കണം അവർക്ക്. പാവം ഒരു 10,000-12,000 രൂപയും വേണം. അവരീ വന്ന് നമസ്കരിച്ചപ്പോ അവരുടെ അടുത്ത് അവരാരാന്നൊന്നും മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, ഈ കാര്യമൊന്നും പറഞ്ഞില്ല. മുമ്പിൽ വന്നപ്പോ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് അവിടെ പോയി ഇരിക്കൂ എന്ന് പറഞ്ഞു. അവിടെ പോയി ഇരിക്കൂ പറഞ്ഞിട്ട് അവര് മറന്നു കഴിഞ്ഞു. ആ മൊമെന്റില് അവരുടെ അടുത്ത് അവിടെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. അവരവിടെ പോയി ഇരുന്നു, മറന്നു കഴിഞ്ഞു. ഇദ്ദേഹം പിന്നുള്ളവർക്കൊക്കെ പ്രസാദം കൊടുത്തു ഒക്കെ കഴിഞ്ഞു. ആരുടെയോ വർത്തമാനമൊക്കെ പറഞ്ഞു. ഈ അവിടെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞ ആളുകൾ പിന്നെ തിരിഞ്ഞു നോക്കിയതേയില്ല. അവരാണെങ്കിലും അവിടെ ഇരിക്കാൻ പറഞ്ഞു, എഴുന്നേക്കാനും നിർത്തിയില്ല, അവിടെ ഇരുന്നു. ഇത് പൂജയൊക്കെ കഴിഞ്ഞു. അന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെ ശാപ്പാടും കഴിഞ്ഞു. സ്വാമി, അദ്ദേഹത്തിന് ചെറിയൊരു പെട്ടി പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, മഞ്ചൽ. മുമ്പൊക്കെ അതിൽ സഞ്ചരിച്ചിരുന്നു, പിന്നെ അതിൽ സഞ്ചരിക്കാതായി. പക്ഷെ അതിലാണ് കിടക്കുക. അതിന്റെ ഉള്ളില് ഗുഹ പോലെ ഉണ്ടാവും. അതിനകത്ത് കയറി കർട്ടനും ഇട്ട് കഴിഞ്ഞു. ഇവരവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണി 4 മണിക്ക് ശേഷം അദ്ദേഹം പിന്നെയും ചപ്രമഞ്ചം തുറന്ന് പുറത്തു വന്ന് ഇരിക്കുകയും അപ്പോ ഒരു കപ്പിള് വന്നു. അവര് വന്നപ്പോ അവര് പഴം, വെറ്റലി എന്തൊക്കെയോ കൊണ്ടുവന്നവരുടെ അടുത്ത് പറഞ്ഞു, ഇത് അവിടെ ഒരു ദമ്പതി ഇരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുമെന്നു. ഈ തട്ട അവര് പറഞ്ഞ ഉടനെ അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു.
അവര് പാവം വിശന്ന് കുറെ നേരം ഇരിക്കുകയാണേ. നമ്മൾ ഇരിക്കാൻ പറഞ്ഞു, എഴുന്നേക്കാൻ പോവാൻ പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ ഇരിക്കണം. അവർക്ക് ടെൻഷനും, കല്യാണത്തിന് ഇപ്പൊ പണം വേണം, സ്വർണം വേണം, എവിടെ പോയി ഉണ്ടാക്കും. പക്ഷെ അതിന് സമയവുമായി, ഇദ്ദേഹം പോവാനും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ പ്രസാദം തന്നു, നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ അവർ ആ തട്ടിൽ പ്രസാദം എടുത്തോണ്ട് പുറത്തു പോയിട്ട് ആ പഴവും വെത്തലയൊക്കെ ഇത്തിരി മാറ്റി നോക്കുമ്പോ അതിനടുത്ത് ഒരു 12,000 ഉറുപ്പിയുടെ ഒരു കെട്ടും കുറച്ച് സ്വർണം, വളയോ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്. അവർക്ക് പേടിയായി. ഇവരെന്തോ അവരുടെ കല്യാണത്തിന് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതോ അല്ലെങ്കിൽ മഠത്തിലേക്ക് സമർപ്പിക്കാൻ കൊണ്ടുവന്നതോ വല്ലതുമായിരിക്കും. ഞാനറിയാതെ പഴമാണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് അവര് പുറത്തു തന്നെ നിന്നപ്പോ ഈ ദമ്പതി പുറത്തു വരുമ്പോ പറഞ്ഞു, ഇതുപോലെ ഇതിൽ സ്വർണവും പണവും ഒക്കെ ഉണ്ട്, ഞാൻ അറിയാതെ എടുത്തോണ്ട് വന്നു, ഇതിപ്പോ മഠത്തിലേക്ക് സമർപ്പിക്കാൻ കൊണ്ടുവന്നതല്ലേ. അപ്പൊ ആ ദമ്പതി അവര് പറഞ്ഞു, അത്രേ, അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കൊണ്ടുവന്നു, സ്വാമി നിങ്ങളുടെ അടുത്ത് സമർപ്പിക്കാൻ പറഞ്ഞു, ഞങ്ങൾ സമർപ്പിച്ചു, അത്രയേ ഉള്ളൂ, അത് നിങ്ങളുടെ ആണിപ്പോ. ഞങ്ങൾക്ക് ആ പുരുഷന് സ്വപ്നത്തില് സ്വാമി പറഞ്ഞു അത്രേ ഇത് കൊണ്ടുവരാനായിട്ട്. ഇത് തലേദിവസം കണ്ടതാ. ഈ ഇൻസിഡന്റ് നടക്കുന്നത് ഇന്നേ അവര് വന്നിട്ടുള്ളൂ. ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഈ കണക്ഷനൊക്കെ എന്താണ്? അഖണ്ഡമായ ആ ചൈതന്യ ഈശ്വര സത്തയില് നടക്കുകയാണ് ഇതൊക്കെ ഇൻസിഡൻസ്. ഇതൊന്നും സിദ്ധിയല്ല. നമ്മൾ നിശ്ചലമാവുമ്പോ വി ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദാറ്റ് സോഴ്സ്. ഇൻസ്ട്രുമെന്റ്സ് ആവുകയാണ്. അത് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കണം. ആ സമയത്ത് നമ്മൾ ചെയ്യണതൊക്കെ കാണും. അതുകൊണ്ട് ജ്ഞാനികൾ വോളണ്ടറി ആയിട്ട് സിദ്ധികൾ കാണിക്കലല്ല. എന്തോ പറഞ്ഞു, നടക്കണം എന്ന് പറഞ്ഞു, നടന്നു, അത്ര തന്നെ. സ്പോണ്ടേനിയസ് ആണത്, സ്പോണ്ടേനിയസ് ആണ്. അവര് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഇവരെന്ത് കാര്യത്തിന് വന്നിരിക്കണമെന്ന് ചോദിക്കുക പോലും ചെയ്തില്ല. അതെ, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അവരവിടെ പോയി ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആരോ എന്തോ കൊണ്ടുവന്നു. അതും അദ്ദേഹം ഒന്നും നോക്കിയൊന്നുമില്ല, അവിടെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത്തരം ഇൻസിഡൻസ് രമണ ഭഗവാന്റെ ലൈഫിൽ നിറയെ നടന്നുണ്ട്. ഭഗവാനോട് ചോദിച്ചാൽ ഭഗവാൻ പറയും, എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. അതെന്തോ നടന്നു, എനിക്കൊന്നും അറിയില്ല. അറിയില്ല എന്നുള്ളത് സത്യമാണ്. ഭക്തന്മാര് പറയും അവര് അറിയില്ല എന്ന് നമ്മുടെ അടുത്ത് നടിക്കുകയാണ്. അവർക്ക് എല്ലാം അറിയും, എല്ലാം അറിയും. സ്വാമി രാമദാസിന്റെ അടുത്ത് ചോദിച്ചു, എല്ലാം അറിയോ അങ്ങേക്കെന്ന് ചോദിച്ചു. അപ്പൊ രാമദാസ് സ്വാമി പറഞ്ഞു, രാമദാസ് നോസ് ആൻഡ് രാമദാസ് നോസ് നോട്ട്. ആ ഉള്ളിലുള്ള വസ്തുവിനെല്ലാം അറിയാം. രാമദാസ് നോസ് നോട്ട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാനായിട്ട് ഒന്നിനെയും അറിയാനോ പ്രവർത്തിക്കാനോ ഒന്നും ശ്രമിക്കണില്ല, നിശ്ചലമായിട്ട് ഇരിക്കുകയാണ്. ആ ഉള്ളിലുള്ളത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് എവറി വൺ. എല്ലാവരുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുകയാണ്, എല്ലാ ജീവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിനോട് താൻ അടങ്ങിയിരിക്കുമ്പോ ആ സത്തയാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യണത്. അത് കാണുന്നവര് വ്യക്തിയിൽ ആരോപിക്കുകയും അദ്ദേഹത്തിനുള്ള സിദ്ധി, അദ്ദേഹത്തിന് മഹിമയുണ്ട്. അദ്ദേഹത്തിന് മഹിമ എന്താ? അദ്ദേഹം നിശ്ചലമായിട്ടിരിക്കണോ, അതാണ് മഹിമ, വേറൊന്നുമല്ല. അദ്ദേഹം നിശ്ചലമായിട്ട് ഇരിക്കുന്നതാണ് മഹിമ. അല്ലാതെ വൈയക്തികമായ മഹിമയല്ല അത്. വ്യക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള മഹിമയല്ല. നിശ്ചലമായിട്ടിരിക്കുമ്പോൾ എനി മിറാക്കിൾ ക്യാൻ ഹാപ്പൻ. പല കാര്യങ്ങൾ അങ്ങനെയാണ്. ഒന്നും ചെയ്യാം. ഞാൻ കുറെ വർഷം മുമ്പ് ബദ്രിയിലേക്ക് പോണ വഴിയില് വസിഷ്ഠ ഗുഹ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ആഴ്ചയോളം താമസിച്ചു. അപ്പൊ അവിടെ സ്വാമിജി, ശാന്താനന്ദ സ്വാമി രാമകൃഷ്ണ സമ്പ്രദായത്തിൽ വന്നതാണ്. അദ്ദേഹം തിരുവണ്ണാമലയിലേക്ക് വരും. അപ്പൊ സ്വാമിജി എന്നോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുമ്പോ ശിവാനന്ദ ആശ്രമത്തില് നൈറ്റിലൊരു ടോക്ക് നിങ്ങളുടെ ഉണ്ടാവണം. യു ഗോ ആൻഡ് ഗിവ് എ സ്പീച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് എന്നേക്ക് ആരെയും അറിയില്ല, ഞാൻ എങ്ങനെ പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യും? സ്വാമി പറഞ്ഞു, അതൊന്നും ഇല്ല, യു ഷുഡ് ഗോ ആൻഡ് ടെൽ ദം. അവിടെ പോയിട്ട് പറയണം എനിക്ക് സത്സംഗം അവിടെ ചെയ്യണമെന്നും ഒക്കെ. അത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അവിടെ പോയിട്ട് ഒരു പ്രസംഗം ചെയ്യണമെന്ന് അവരോട് ചോദിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്നറിയാം. പക്ഷെ ശരി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു.
അപ്പൊ എന്റെ കൂടെ വന്ന 2-3 പേര് അവരൊക്കെ ചോദിച്ചു, നമ്മൾ എങ്ങ് പോയി പറയണ്ടേ, ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടെന്ന്. ഉണ്ടാതിരിക്കും. അല്ല, സ്വാമി പറഞ്ഞുവല്ലോ. സ്വാമി പറഞ്ഞു, ശരിയാണ്, അത് നടക്കാനുള്ളതാണെങ്കിൽ നടക്കും. അതെങ്ങനെ നടക്കും, അവർക്കൊന്നും അറിയില്ലല്ലോ. മിണ്ടാതിരിക്കൂ, നോക്കാം നമുക്ക്. സ്വാമി പറഞ്ഞല്ലേ, നമ്മൾ പോവാം, അവിടെ പോയി താമസിക്കാം, മിണ്ടാതിരിക്കൂ. അപ്പൊ ഇവർക്ക് ഒരു ടെൻഷൻ, സ്വാമി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ വിഷമം. എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല, മിണ്ടാതിരുന്നു. അവിടെ പോയിട്ട് അദ്ദേഹം പറഞ്ഞ രീതിയിൽ അവിടെ ഇതുപോലെ റൂമിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയി. ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ കുറെ സ്വാമിമാരും കുറച്ച് ബ്രഹ്മചാരികളും ഒക്കെ ഭാഗവതമൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. വയസ്സായ കുറച്ച് ആളുകളും അറിയണം. അവിടെ പോയി ഇരുന്ന് അതിലൊരു സന്യാസി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്തോ ഒരു റെക്കഗ്നിഷനില്, ആർ യു നോട്ട് വെങ്കട്ടരാമൻ എന്ന് ചോദിച്ചു. അതെ, ഐ ഹാവ് ഹേർഡ് യു ഇൻ ആനന്ദാശ്രമം. ആനന്ദാശ്രമത്തിൽ ഞാൻ നിങ്ങളുടെ പ്രഭാഷണം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടിട്ട് ഞങ്ങൾ പോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവരുടെ ഈവൻ നൈറ്റ് ടോക്കാണ്, രാത്രിയാണ് അവരുടെ സത്സംഗം. അത് നടക്കില്ലായിരുന്നു. കാരണം അന്നത്തെ സത്സംഗത്തിനൊക്കെ ആളൊക്കെ ഏർപ്പാടാക്കി കഴിഞ്ഞു. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, മിണ്ടാതിരുന്നതാണ്. ഇദ്ദേഹം ഉടനെ ചാടി പുറപ്പെട്ട് അവരുടെ വേദാന്ത ഫോറസ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന ഒരു കോളേജ് പോലെ നടത്തേണ്ടവര്, അതിൽ അന്നത്തെ ഒരു 2 സെഷൻ ലീവാക്കി വിട്ടിട്ട് അവിടെ സ്പെഷ്യലായിട്ടൊരു ടോക്ക് അറേഞ്ച് ചെയ്തിട്ട് നടത്തി. മിണ്ടാതിരുന്നാൽ കാര്യം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കും. നമ്മൾ ചാടി പുറപ്പെട്ട് വോളണ്ടറി ആയിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞു പോയാൽ ഒന്നും നടക്കില്ലായിരുന്നു അന്ന്. ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ്. മിണ്ടാതിരുന്നാൽ മതി. നമ്മള് ഏത് കാര്യവും നടക്കേണ്ടത് ആ സമയമാവുമ്പോ ഭംഗിയായിട്ട് നടക്കും. നിശ്ചലതയ്ക്ക് എത്ര പവറുണ്ടോ അത്രയും പവർ ചലനത്തിനില്ല. നമ്മൾ ഇത് ശ്രമിച്ചു നോക്കാം, മിണ്ടാതെ ഇരുന്ന് നോക്കുക, നടക്കുവോ നോക്കുക. നടന്നുകൊണ്ടേയിരിക്കും. ഇൻസിഡൻസ് തുരുതുരേ നടക്കും. ഇതിപ്പോ ഓർമ്മ വന്ന ഒരു ഇൻസിഡന്റ് ആയിട്ട് പറഞ്ഞു. ധാരാളം വി ക്യാൻ നരേറ്റ്. ചിലതൊക്കെ കണ്ട സിദ്ധിയാണോ എന്ന് തോന്നും ആളുകൾക്ക്. അത് സിദ്ധിയല്ല, സിദ്ധി പ്രകൃതിയിലുള്ളതാണത്. അത് ആ സമയത്ത് നടക്കുകയാണ് നാച്ചുറലായിട്ട്. നമ്മൾ മിണ്ടാതിരുന്നാ മതി. നമ്മൾ ചിലപ്പോ സാധാരണ എല്ലാവർക്കും അത് നടക്കും. അപ്പൊ നമ്മൾ പറയും, ആ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു, ഇങ്ങനെയൊക്കെ നടക്കുവോ, ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് പറയും. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ എവിടെയോ അറിഞ്ഞോ അറിയാതെയോ അകമേ നമ്മൾ നിശ്ചലമായിട്ടുണ്ട്. ആ നിശ്ചലമാവുമ്പോഴാണ് ഇതൊക്കെ നടക്കണത്. നാളെ കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിതസ്തി യഥാ തവൈഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജ.